പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡ്രൂ മാക്കിൻഡയർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡ്രൂ മാക്കിൻഡയർ WWE കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്നത് മറ്റാരുമല്ല, TKO എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗവും WWE സൂപ്പർ സ്റ്റാറുമായ ദി റോക്കാണ്. റോക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഡ്രൂ മാക്കിൻഡയർ പുതിയൊരു ഡീൽ WWE സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിടുന്നത്. കൂടാതെ ഒരു വീഡിയോ കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഡ്രൂ മാക്കിൻഡയർ WWE ഒരു കോൺട്രാക്റ്റ് പുതുക്കുകയാണെങ്കിൽ റോക്ക് ഒരു വാള് ഡ്രൂ മാക്കിൻഡയറിന് ഒരു സമ്മാനം പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വാള് ഡ്രൂ മാക്കിൻഡയറിന് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതും ഞാൻ നമ്മുടെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഈ ഒരു പുതിയ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡീലാണെന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഓരോ വർഷവും വലിയ തുകയാണ് ഡ്രൂ മാക്കിൻഡയറിന് സാലറി ഇനത്തിൽ മാത്രം ലഭിക്കുക. മൾട്ടി ഇയർ ഡീലാണ്. ഏകദേശം 3 വർഷമെങ്കിലും ഇനി ഡ്രൂ മാക്കിൻഡയർ WWE ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു മോശപ്പെട്ട ഒരു അപ്ഡേറ്റും PW ഇൻസൈഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൽമേനിയയിൽ ഡ്രൂ മാക്കിൻഡയറിൻ്റെ കൈമുട്ടിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് കഴിഞ്ഞ റോയിലും അതിന് മുൻപത്തെ കുറച്ച് ലൈവ് ഇവൻറ്റിലുമൊക്കെ ഡ്രൂ മാക്കിൻഡയർ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി WWE ടെലിവിഷനിലേക്ക് ഈ ഒരു ഇഞ്ചുറി മാറിയതിന് ശേഷമായിരിക്കും ഡ്രൂ മാക്കിൻഡയർ തിരികെ വരിക എന്നുള്ളതാണ് ഇപ്പോൾ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇഞ്ചുറിയാണ്, അത് കൂടുതൽ സീരിയസ് ആകാതിരിക്കാൻ താരത്തിന് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഡ്രൂ മാക്കിൻഡയറിൻ്റെ രാജ്യത്ത് വെച്ച് നടത്താൻ പോകുന്ന ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കിൻഡയറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ആ സ്വന്തം രാജ്യത്തെ കാണികളുടെ മുന്നിൽ വെച്ച്, സ്കോട്ട്ലാൻഡിലെ ആരാധകരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാനുള്ള വലിയൊരു നിമിഷമാണ് ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഇനി അതിലേക്കുള്ള സ്റ്റോറി ലൈൻ ബിൽഡപ്പ് ആയിരിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. റോക്ക് ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വിട്ടതിലൂടെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഡ്രൂ മാക്കിൻഡയറിനെ നല്ല രീതിയിൽ പുഷ് ചെയ്യാനും ഡ്രൂ മാക്കിൻഡയറിനെ കമ്പനിയിലെ ടോപ്പ് റെസ്ലറായി WWE കാണുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ റോക്ക് എന്തിന് ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്ന ഒരു വാർത്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫിൻ ബാലർ പോലെയുള്ള മറ്റ് സൂപ്പർ താരങ്ങളും കോൺട്രാക്റ്റ് പുതുക്കി. അവരുടെ വാർത്തയൊന്നും ഇതുപോലെ റോക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടില്ല. ഡ്രൂവിൻ്റെ വാർത്ത മാത്രമാണ് പുറത്തേക്ക് വിട്ടത്. ഡ്രൂവിനെ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാനും ഡ്രൂവിനെ നല്ല പുഷ് കൊടുക്കാനും പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രൂ മാക്കിൻഡയർ ആരാധകരെ സംബന്ധിച്ചും WWE ആരാധകരെ സംബന്ധിച്ചും സന്തോഷിപ്പിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.